ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും എയ്സാപ്പിലേക്ക് സ്വാഗതം. നമുക്ക് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഫിസിക്സിൽ ലെൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ ആവർത്തനം -1 ആണ്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കും? ഒരു ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ -1 ആണ്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ലെൻസ് ഏതാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആവർത്തനം തന്നിട്ടുണ്ട്. ആവർത്തനം എത്രയാണ്? ആവർത്തനം -1 ആണ്. ആവർത്തനം -1. ആവർത്തനം തന്നിട്ടുണ്ട്. എത്രയാണ്? -1. ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തനം എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ. ആവർത്തനം മാഗ്നിഫിക്കേഷൻ. ആവർത്തനം മാഗ്നിഫിക്കേഷൻ. അതായത് ഒരു ലെൻസിൻ്റെ മുന്നിൽ ഒരു വസ്തു വെച്ചാൽ ആ ലെൻസ് എന്തുണ്ടാക്കും? ആ ലെൻസ് പ്രതിബിംബം ഉണ്ടാക്കും. അപ്പോൾ ലഭിച്ച പ്രതിബിംബല്ലേ വസ്തുവിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് എന്ന് കണക്കാക്കാനാണ് നമ്മൾ ആവർത്തനം ഉപയോഗിക്കുക. അപ്പോൾ ഒരു ലെൻസിൽ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം രൂപീകരിച്ചു. ലെൻസ് വസ്തുവിൻ്റെ പ്രതിബിംബം രൂപീകരിച്ചാൽ വസ്തുവിനെ അപേക്ഷിച്ച് ആ പ്രതിബിംബത്തിന് എത്ര വലിപ്പമുണ്ട് എന്ന് കണക്കാക്കാനാണ് നമ്മൾ ആവർത്തനം ഉപയോഗിക്കുക. ആവർത്തനം മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ആവർത്തനം മാഗ്നിഫിക്കേഷൻ എഴുതുക M എന്ന ലെറ്റർ കൊണ്ടാണ്. ഏതാണ് ലെറ്റർ? M. അപ്പോൾ നമ്മൾ എഴുതുക ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ലെൻസിൻ്റെ ആവർത്തനം ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. വേറൊരു ഇക്വേഷൻ ഉണ്ട്. M = V/U. M = V/U. ഇപ്പോൾ രണ്ട് ഇക്വേഷനാണുള്ളത്. ഒന്ന് ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. രണ്ടാമത്തെ ഇക്വേഷനാണ് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് രണ്ടുമാണ് ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ. അപ്പം ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉയരം. അപ്പം പ്രതിബിംബത്തിൻ്റെ ഉയരത്തെ വസ്തുവിൻ്റെ ഉയരം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവർത്തനം കിട്ടും. കാരണം വസ്തുവിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് പ്രതിബിംബം എന്നാണ് കണക്കാക്കുന്നത്. വസ്തുവിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് പ്രതിബിംബം. അപ്പോൾ അത് എങ്ങനെയാണ് കാണുക? പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം. പ്രതിബിംബത്തിൻ്റെ ഉയരത്തെ എന്തുകൊണ്ട് ഹരിക്കുക? വസ്തുവിൻ്റെ ഉയരം കൊണ്ട് ഹരിക്കുക. അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് ബൈ, മറ്റൊരു ഇക്വേഷനാണ് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇങ്ങനെ നമുക്ക് എന്ത് കാണാം? ആവർത്തനം കാണാം. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എന്താ? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം. ഇങ്ങനെ നമുക്ക് എന്ത് കാണാം? ആവർത്തനം കണക്കാക്കാം. ആവർത്തനത്തിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. കാരണം വസ്തുവിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് പ്രതിബിംബം എന്നല്ലേ കണക്കാക്കുന്നത്. അപ്പോൾ മടങ്ങായതുകൊണ്ട് ആവർത്തനത്തിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. നമ്മൾ ആവർത്തനത്തിന് ഒരു യൂണിറ്റ് പറയൂല. യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് ഏത്? ആവർത്തനം. അപ്പോൾ ആവർത്തനം തന്നിട്ടുണ്ട്. എത്രയാണ്? -1 ആണ്. അപ്പോൾ ആവർത്തനം നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ ആവർത്തനം എന്താണ്? നെഗറ്റീവാണ്. ആവർത്തനം നെഗറ്റീവാണ്. അപ്പോൾ തന്ന ആവർത്തനം നെഗറ്റീവാണ്. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. M = -1. ആവർത്തനം നെഗറ്റീവാണ് നമുക്ക് തന്ന്. ആവർത്തനം നെഗറ്റീവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവ് വന്നാൽ ആ പ്രതിബിംബം തല തിരിഞ്ഞ പ്രതിബിംബമായിരിക്കും. എന്തായിരിക്കും? തല തിരിഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ തല തിരിഞ്ഞതാണെങ്കിൽ എന്ത് പ്രതിബിംബമായിരിക്കും? യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. തല തിരിഞ്ഞതായിരിക്കും. ആവർത്തനം നെഗറ്റീവാണെങ്കിൽ ആവർത്തനത്തിൻ്റെ വാല്യൂ, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം എന്തായിരിക്കും? തല തിരിഞ്ഞതും യഥാർത്ഥവുമായിരിക്കും. എന്നാൽ ആവർത്തനത്തിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം എങ്ങനത്തെ ആയിരിക്കും? പ്രതിബിംബം മിഥ്യയായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? നിവർന്നതായിരിക്കും. അപ്പോൾ ആവർത്തനത്തിൻ്റെ വാല്യൂ നെഗറ്റീവാണെങ്കിൽ തലതിരിഞ്ഞതും യഥാർത്ഥമായിരിക്കും. ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? മിഥ്യയായിരിക്കും. അതുപോലെ തന്നെ മിഥ്യാപ്രതിബിംബങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നിവർന്നതായിരിക്കും. മിഥ്യാപ്രതിബിംബങ്ങൾ നിവർന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വാല്യൂ തന്നത് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിബിംബ? നെഗറ്റീവ് അല്ലേ? അപ്പോൾ തലതിരിഞ്ഞതും യഥാർത്ഥമാണ്. ഓക്കെ. അപ്പോൾ തലതിരിഞ്ഞതും യഥാർത്ഥവുമായ പ്രതിബിംബം ഉണ്ടാക്കുന്ന ലെൻസ് ഏതാണ്?
കോൺകേവ് ലെൻസ് ഉണ്ടാക്കുമോ? ഇല്ല. കോൺകേവ് ലെൻസ് ഒരിക്കലും ഉണ്ടാക്കില്ല. ഏത് ലെൻസേ ഉണ്ടാക്കൂ? കോൺവെക്സ് ലെൻസാണ് നിർമ്മിക്കുക. ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ്. അപ്പോൾ തലതിരിഞ്ഞതും യഥാർത്ഥവുമായ പ്രതിബിംബമാണ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പോൾ ലെൻസ് ഏതായിരിക്കും? ഏത് ലെൻസായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കാരണം കോൺകേവ് ലെൻസ്, ഇതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഒരിക്കലും എന്തുണ്ടാക്കില്ല? യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കൂല, മിഥ്യ മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ ഇവിടെയുള്ള ലെൻസ് ഏതാണ്? ഇവിടെയുള്ള ലെൻസ് കോൺവെക്സ് ലെൻസാണ്. ഏതാണ്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് മാത്രമേ എന്തുണ്ടാക്കൂ? തലതിരിഞ്ഞ പ്രതിബിംബം ഉണ്ടാക്കൂ. അപ്പോൾ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, അപ്പോൾ ലെൻസ് കിട്ടി ഏതാ? കോൺവെക്സ് ലെൻസാന്ന് മനസ്സിലായി. ഇനി ആവർത്തനത്തിൻ്റെ വാല്യൂ 1 അല്ലേ? ആവർത്തനത്തിൻ്റെ വാല്യൂ 1 കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കണം? അപ്പോൾ ആവർത്തനം എങ്ങനെയാണ് കാണുക? ആവർത്തനം കാണുക m is equal to height of the image by height of the object. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ -1 ആണ് കിട്ടിയത് ഇല്ലേ? എമ്മിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? -1. അപ്പോൾ 1 കിട്ടണമെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റും, അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ആവർത്തനം 1 കിട്ടണമെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എന്നാൽ മാത്രമേ ആവർത്തനം എന്ത് കിട്ടൂ? 1 കിട്ടൂ. അതുമാത്രമല്ല, നെഗറ്റീവാണ്. ആവർത്തനം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞതും യഥാർത്ഥമാണ്. അപ്പോൾ വസ്തു എവിടെ വെക്കേണ്ടി വരും? അതായത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് അറിയണം, വസ്തു എവിടെ വെക്കേണ്ടി വരും എന്ന് അറിയണം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും 1 കിട്ടണമെങ്കിൽ രണ്ടും ഒരേ സ്ഥലത്ത് വരണം. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും എന്തായിരിക്കണം? അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും സെയിം ആയിരിക്കണം. അപ്പോൾ എവിടെ വെച്ചാൽ അങ്ങനെ കിട്ടുക? ലെൻസിൻ്റെ, അതായത് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസിൻ്റെ എവിടെ വെച്ചാലാണ് കിട്ടുക? എഫിൽ വെച്ചാൽ കിട്ടുമോ? ഇല്ല. എഫിൽ വെച്ചാൽ പ്രതിബിംബം എവിടെയാണ് വരിക? എഫിൽ വെച്ചാൽ പ്രതിബിംബം വരിക അനന്തതയിലാണ്. എവിടെയാണ്? അനന്തതയിൽ. അവിടെ കിട്ടില്ല. കിട്ടുമോ? ഇല്ല. ഇനി ബിറ്റ്വീൻ എഫ് ആൻഡ് 2F കിട്ടുമോ? ഇല്ല. ബിറ്റ്വീൻ എഫ് ആൻഡ് 2F വെച്ചാൽ ലെൻസിൻ്റെ പിറകിലാണ് വരിക. ബിയോണ്ട് 2F വെച്ചാൽ കിട്ടുമോ? ഇല്ല. അത് എഫിനും 2Fനും ഇടയിലാണ് വരിക. പിന്നെ എവിടെ വെക്കണം? എവിടെ വെക്കണം? 2F വെക്കണം. എവിടെ വെക്കണം? 2F വെക്കണം. അപ്പോൾ 2F വെച്ചാൽ എങ്ങനെയാണ് വരിക? ഇതാ, വസ്തു എവിടെ വെക്കണം? 2F വെക്കണം. 2F വെക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായത് എന്ത് കൂടെ പോവും? എന്തിലൂടെ പോവും? ഫോക്കസിലൂടെ പോവും. ഇനി ഒപ്റ്റിക്കൽ സെൻറ്ററിലുള്ളത് 2F കൂടെ പോവും. ഇമേജ് എവിടെ തന്നെ വരും? ഇമേജ് 2F തന്നെ വരും. അതായത് 2F വെച്ചാൽ ഇമേജ് എവിടെ വരും? 2F വരും. അപ്പോൾ രണ്ടും ഒരേ ഹൈറ്റ്, അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും എന്താണ്? സെയിം ആണ്. അപ്പോൾ ആവർത്തനം എന്ത് കിട്ടും? 1 കിട്ടും. അതുമാത്രമല്ല, ഇമേജ് എങ്ങനത്തെ ഇമേജാണ്? തലതിരിഞ്ഞ ഇമേജാണ്. തലതിരിഞ്ഞ ഇമേജ് ആണെങ്കിൽ അത് യഥാർത്ഥമായിരിക്കും. അപ്പോൾ തലതിരിഞ്ഞ വസ്തുക്കളുടെ ആവർത്തനമൊക്കെ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പം എവിടെ വെക്കണം വസ്തു? എവിടെ വെക്കണം? 2F വെക്കണം. ഇമേജ് എവിടെ തന്നെ കിട്ടും? 2F കിട്ടും. അപ്പം ചോദിച്ചെന്താണ്? പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? 2F പ്രതിബിംബത്തിൻ്റെ സ്ഥാനം 2F ആയിരിക്കും. അപ്പോൾ ഉത്തരം എത്രയാണ്? 2F ആണ്. ഏതാണ് ഉത്തരം? 2F. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.